ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. നോക്കുക, പാമ്പ് വിഷം തുപ്പിയാൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാം. എന്നാൽ ഇന്നലെ കെ സുരേന്ദ്രൻ തുപ്പിയ വിഷമുണ്ടല്ലോ, അതിന് ഒരു മരുന്നുമില്ല. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു വിഷമാണ് കെ സുരേന്ദ്രൻ തുപ്പിയത്. അതായത് മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാറില്ല. മാത്രമല്ല, സ്കൂളിലടക്കം നോമ്പ് സമയത്ത് ഭക്ഷണം, അതായത് ഹൈന്ദവർക്ക് ഒരിത്തിരി ഭക്ഷണം പോലും കൊടുക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ വെറുതെ കള്ളം പറഞ്ഞത്. അപ്പോൾ കെ സുരേന്ദ്രനുള്ള 8ന്റെ ഒരു റീപ്ലേയും കൂടിയാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് ഏതായാലും കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം കെ സുരേന്ദ്രന് നല്ല രീതിയിൽ നമുക്ക് ഉത്തരം കൊടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. എന്തിനാണ് സുരേന്ദ്ര ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത്? അതായത് സുരേന്ദ്രൻ ഈ കള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സുരേന്ദ്രൻ ഉറപ്പാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന മീഡിയയിൽ പറഞ്ഞാൽ അത് ചർച്ചയാകും. അത് ചർച്ചയായാൽ സുരേന്ദ്രന് കിട്ടുന്ന സുഖം എന്താണെന്ന് വെച്ചാൽ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യും. അപ്പോൾ സുരേന്ദ്രന്റെ പേര് നല്ല രീതിയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ കുറച്ചാളിലേക്കെങ്കിലും BJP അതായത് ചില ആൾക്കാർ, ഞാൻ പറയുന്നു, ഇപ്പോൾ 100,000 ആൾക്കാർ സുരേന്ദ്രന്റെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം പൊട്ടത്തരമാണ്, പച്ചക്കള്ളമാണ് പറയുന്നതെന്ന്. 100,000-ൽ ഒരു 2% ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാർ. ഇവർ വിചാരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുണ്ടാവും, മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക്, അതായത് ഹൈന്ദവർക്ക് എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോൽ കുടിച്ചാൽ, അതായത് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ അവിടെ അടിയായിട്ടുണ്ടാവും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആ 2%-ന്റെ വോട്ട് പിടിക്കാനാണ് സുരേന്ദ്രന്റെ പ്ലാൻ. എനിക്ക് സുരേന്ദ്രനോട് പറയാനുള്ളത്, ആര് പറഞ്ഞു? സുരേന്ദ്രൻ പറയുന്നുണ്ടല്ലോ എന്റെ സ്വന്തം അനുഭവമാണെന്ന്. എന്താണ് സുരേന്ദ്ര വെറുതെ തമ്മിൽ തല്ലിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് BJPക്ക് കേരളത്തിൽ സീറ്റ് പിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയമായി നിങ്ങൾ കളിക്കൂ. അതായത് പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കുക. അല്ലാതെ വർഗീയം എന്തിനാണ് പറയുന്നത്? ഞാൻ പറയുകയാണ്, മലപ്പുറത്തേക്ക് ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ മലപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഹൈന്ദവരുടെ ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. നോമ്പ് സമയത്ത് അതും ഓപ്പണാണ്. ഞാൻ ഇങ്ങനെ പറയാം കാരണം ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, ഇവിടെയൊക്കെ വെള്ളം കിട്ടലുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ വെള്ളം കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ സുരേന്ദ്ര? വെറുതെ മീഡിയക്ക് മുമ്പിൽ മലപ്പുറത്തെ ചെറുതാക്കുന്ന എന്തിനാണ്? അതായത് സുരേന്ദ്രന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ആരെങ്കിലും ഉറപ്പാണ് കേരളത്തിൽ എന്ത് നുണ പറഞ്ഞാലും വിശ്വസിക്കാവുന്ന ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലിക്കുക എന്ന് മാത്രമാണ് സുരേന്ദ്രന്റെ ലക്ഷ്യം. എന്തിനാണ് വെറുതെ ഇങ്ങനെ തമ്മിൽ തല്ലിക്കുന്നത്? നോക്കുക, നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊക്കെ അറിയാം, സായിയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ UDF-കാരായാലും LDF-കാരായും BJP-കാരായും എല്ലാവരെയും വിമർശിക്കുന്ന ഒരാളാണ് നമ്മുടെ സായി കൃഷ്ണ. അപ്പോൾ സായി പറയുന്നത് എന്താണ്? ഞാൻ 3 പാർട്ടിയും ഞാൻ വിമർശിക്കും, 3 മതസ്ഥരെയും ഞാൻ വിമർശിക്കും. പക്ഷേ ഞാനിവിടെ സേഫ്റ്റിയായി നിൽക്കാനുള്ള ഇത് മലപ്പുറം ആയതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, മലപ്പുറത്ത് കുറച്ച് കൂടുതലുള്ളത് മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടാണല്ലോ PC ജോർജ്, കെ സുരേന്ദ്രൻ ഇവരൊക്കെ നല്ല രീതിയിൽ വിഷം തുപ്പുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷം തുപ്പുന്നത്? അതായത് വെറുതെ ഉള്ള കാര്യം പറഞ്ഞാലൊക്കെ, ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? കെ സുരേന്ദ്രൻ ഒരു കാര്യം കൂടി ഈ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. അതായത് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്കൊക്കെ അറിയാലോ കോഴിക്കോട് മടവൂർ ഖലീഫ എന്ന് പറയുന്ന മടവൂർ ഖലീഫ എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുകയും അതിനെയും കൂടി മലപ്പുറക്കാർക്ക് ഇടുകയാണ് കെ സുരേന്ദ്രൻ പറയുകയാണ്, ഇത് മലപ്പുറക്കാരുടെ പ്ലാനഡ് ആണ്. അതായത് വീട്ടിൽ തന്നെ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകളെ അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടി മലപ്പുറക്കാർ വെറുതെ വീട്ടിൽ പ്രസവിച്ചതാണെന്നാണ്. ആ ഉസ്താദിന്റെ മണ്ടത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. കെ സുരേന്ദ്രൻ അതും മലപ്പുറക്കാരുടെ തലയിൽ വെക്കുകയാണ്.
എനിക്ക് പറയാനുള്ളത് കെ സുരേന്ദ്രനോട്, നിങ്ങൾക്ക് മലപ്പുറക്കാരെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. വെറുതെ നിങ്ങൾ വലിയ നേതാവായിട്ടുണ്ടാവും, ഓക്കെ, പക്ഷെ മലപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും പോകേണ്ടി വരും. ആ ഒരു ചിന്ത വേണം കെ സുരേന്ദ്രൻ. ഞാൻ കെ സുരേന്ദ്രൻ നല്ല റെസ്പെക്ട് കൊടുക്കുന്നു, കാരണം അദ്ദേഹം വലിയൊരു നേതാവായിട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹം വലിയൊരു നേതാവാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കെ സുരേന്ദ്രനെ പോലെ ഇത്തരത്തിൽ വിഷം തുപ്പുന്നവരെ ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണമെങ്കിൽ കെ സുരേന്ദ്രനെ പോലെ വിഷം തുപ്പുന്നവർ BJP ഇല്ലാതിരിക്കണം. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. BJPക്ക് നല്ലൊരു പാർട്ടിയായി മാറണം BJP, അന്നെങ്കിലേ ഒരു സീറ്റെങ്കിലും കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് സുരേഷ് ഗോപിയോട്? നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ വൈകാതെ ഇല്ലാതാക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇല്ലാതാക്കും ഇത്തരത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ കെ സുരേന്ദ്രൻ ഒരു കാര്യമുണ്ട്, ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് കേരളം പിടിക്കാമെന്ന്. കെ സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുകയില്ല. അതായത് നിങ്ങൾ എപ്പോ രാഷ്ട്രീയം പറയുന്നു അപ്പോഴായിട്ടുണ്ടാവും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മതം പറയുന്നത് കാലം നിങ്ങൾക്ക് ഒരു സീറ്റ് പോയിട്ട് ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു മലപ്പുറത്തെ കുറിച്ച് ഇല്ലാത്ത നുണകൾ പറയുകയാണ്. ഞാൻ അവന്റെ വാക്കുകൾ കുറെ ഇവിടെ വെക്കട്ട് സൈഡിൽ, എന്തിനാണ് വെറുതെ വെക്കുന്നത്? അപ്പൊ ഏതാണ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.